നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാറുകൾ അടച്ചതോടെ അനധികൃത മദ്യക്കടത്ത് വ്യാപകം. മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തുകയായിരുന്ന വിദേശ മദ്യം ശ്രീകണ്ഠപുരത്ത് വെച്ച് പിടികൂടി. പിടിച്ചത് 144 കുപ്പി മദ്യം. മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ സഹായിയായി ജില്ലാ ആശുപത്രിയിലെത്തിയ യുവാവിനെ ലൈറ്റ് ഓഫ് ചെയ്ത് മർദ്ദിച്ചതായി പരാതി. ആശുപത്രി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഇരിക്കൂർ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയെ മട്ടന്നൂരുമായി ബന്ധിപ്പിക്കുന്ന ഇരിക്കൂർ മണ്ണൂർക്കടവ് പാലം യാഥാർത്ഥ്യമായി. 21-ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വഴികളെല്ലാം ഇനി ദക്ഷിണകാശിയിലേക്ക്. കൊട്ടിയൂർ ഉത്സവത്തിന് തുടക്കം. വളവട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു. ഉത്തരകേരളത്തിലെ തെയ്യാട്ടക്കാലത്തിന് പരിസമാപ്തി. വാർത്തകൾ വിശദമായി. ബാറുകൾ അടച്ചതോടെ അനധികൃത മദ്യക്കടത്ത് വ്യാപകം. മാഹിയിൽ നിന്നും ബസ്സിൽ കടത്തുകയായിരുന്ന 144 കുപ്പി വിദേശ മദ്യം ശ്രീകണ്ഠാപുരത്ത് വച്ച് പിടികൂടി. ബാറുകൾ അടച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള മദ്യക്കടത്ത് വ്യാപകമാണ്. ബസ്സിലും ട്രെയിനിലും മറ്റു വാഹനങ്ങളിലുമായാണ് മദ്യം വ്യാപകമായി കടത്തുന്നത്. മാഹിയിൽ നിന്നാണ് ഏറെയും മദ്യം കടത്തുന്നത്. മാഹിയിൽ നിന്നും കടത്തുകയായിരുന്ന 144 കുപ്പി മദ്യമാണ് പിടിച്ചത്. ഉളിക്കൽ വയത്തൂരിലെ കാഞ്ഞിരത്തുങ്കൽ ചാക്കോയെ കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. കേരളത്തിൽ ഇപ്പോൾ കൂടിക്കിടക്കുന്ന 418 ബാറുകൾ കൂടിക്കിടക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്താനുള്ള തീരുമാനത്തിൽ പ്രകാരം നമ്മുടെ സ്റ്റാഫും കൂടിയിട്ട് ഇങ്ങനെ മലയോരം പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിന്റെ അതിർത്തിയിലുള്ള പേരട്ട മട്ടിണി കോഴിക്കടത്തുകളിൽ നമ്മുടെ പരിശോധന നടത്തുന്നതിൽ ഇത്ര നാളെ ഈ കാര്യങ്ങളിൽ ചാക്കോ ഇങ്ങനെ വിദേശ മദ്യം, അതായത് മാഹിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുള്ള പരാതി കിട്ടിയതിനനുസരിച്ച് ചെയ്യാൻ്റെ വീട്ടിൽ പോയി ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ. അപ്പം ഇത്രയും നമ്മളെ ഈ മദ്യത്തിന്റെ ഉപയോഗത്തിന് വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഇപ്പം വരുന്നുണ്ട്. അതിന്റെ ഉടനെയാണ് ഈ മാസം തന്നെ നമുക്ക് വേറെ 2-3 കേസുകളുണ്ട്. ഈ പ്രതിയുടെ പേരിൽ വേറെ ഒരു കേസ് കൂടി കഴിഞ്ഞ 2013 വർഷം എടുത്തിട്ടുള്ളതാണ്. വ്യാപകമായി മദ്യം കടത്തുന്നതായി പലയിടത്തും പരാതി ഉയർന്നിട്ടുണ്ട്. നടപടികൾ കർശനമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ സഹായിയായി ജില്ലാ ആശുപത്രിയിലെത്തിയ യുവാവിനെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് മർദ്ദിച്ചതായി പരാതി. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് ഒ. പ്രീതിയെ ഉപരോധിച്ചു. 7-ന് രാത്രി 11 മണിയോടെയാണ് അഴീക്കോട് സ്വദേശി ഷജിലിന് മർദ്ദനമേറ്റത്. ഷജിലിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷജിലിന്റെ സഹായിയായി എത്തിയ റിഷദിനെ ആശുപത്രി ജീവനക്കാരൻ ജോൺസന്റെ നേതൃത്വത്തിൽ ലൈറ്റ് ഓഫ് ചെയ്ത് മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് അഴീക്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ആശുപത്രി സൂപ്രണ്ട് ഒ. പ്രീതയെ ഉപരോധിച്ചത്. ജോൺസണെ സസ്പെൻഡ് ചെയ്യണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എങ്ങനെ പരാതി? അതല്ല, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള അന്വേഷണം നടന്നു. രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് റിഷദ് പറഞ്ഞു. എന്റെ കൂട്ടുകാരനോട് സഹായത്തിന് വേണ്ടി ഞാൻ കടന്നായിരുന്നു. അവൻ ബാത്റൂമിൽ പോയ സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്ന ജോൺസൺ എന്ന ആളും കൂടെ ഉണ്ടായിരുന്ന ഒരു 5 പേരും തിരിച്ചറിയാൻ പറ്റും അവരെ കണ്ടതിനാൽ കയറി മർദ്ദിക്കുകയായിരുന്നു. ലൈറ്റ് ഓഫ്, അതിന്റെ കൂടെ അവർ ലൈറ്റ് ഓഫ് ആക്കുകയും കൂടി ചെയ്തു. വാർഡിലെ ലൈറ്റും പുറത്തെ ലൈറ്റും ഫീസ് വലിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. രാത്രി ഒരു 11-11:30 ആ സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. ജോൺസണെ സസ്പെൻഡ് ചെയ്യുമെന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചതെന്നും വാക്കുമാറിയാൽ പ്രതിഷേധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് തായക്കൽ രാഹുൽ പറഞ്ഞു. ജീവനക്കാരുടെ ഒത്താശയോടുകൂടി ഒരുപറ്റം ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഇവിടെ അഡ്മിറ്റായ പേഷ്യന്റിനെ രാത്രി മൃഗീയമായി ആക്രമിക്കുകയുണ്ടായി. ഇവിടെയുള്ള ജീവനക്കാർ, രോഗികൾക്ക് സംരക്ഷണം നൽകേണ്ട ജീവനക്കാർ തന്നെ രോഗികളെ അപായപ്പെടുത്തുന്ന സമീപനവുമായി പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കണ്ണൂർ അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന്
ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും സൂപ്രണ്ട് ഇതിൻ്റെ 12-ാം തീയതി ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ള ഉറപ്പ് ജീവനക്കാരൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അവനെതിരെ കർശന നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം പിൻവലിച്ച് യൂത്ത് കോൺഗ്രസ് 12-ന് എൻക്വയറി വച്ചതിനു ശേഷം തെളിവുണ്ടെങ്കിൽ ജീവനക്കാരനെതിരെ നടപടിയെടുക്കുമെന്ന് സൂപ്രണ്ട് ഒ പ്രീത മാത്രമല്ല ഈ സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മെമ്മോ വന്നത് 10-ാം തീയതിയാണ്. അതിനനുസരിച്ച് ഞാൻ 12-ാം തീയതി അതിന്റെ എൻക്വയറി ഈ ബന്ധപ്പെട്ട ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫിന്റെയും എൻക്വയറി ഞാൻ 12-ാം തീയതി 10 മണിക്ക് വെച്ചിട്ടുണ്ട്. പേഷ്യന്റിന്റെ ഭാഗത്തുള്ള പരാതി എനിക്ക് ഇന്ന് 12:30-ക്കാണ് രോഗി എഴുതി തന്നത്. അടി കിട്ടിയ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആ രോഗി ബൈസ്റ്റാൻഡറും എഴുതി തന്നത് ഇന്നാണ്. അപ്പോൾ അതിന് എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിലും നമ്മളെ സ്റ്റാഫിന്റെ ഭാഗത്താണെങ്കിലും അത് ഞാൻ ശക്തമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉപരോധം 1.5 മണിക്കൂർ നീണ്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇടത് സർക്കാർ കൊണ്ടുവന്ന പട്ടികജാതി ക്ഷേമത്തിനായുള്ള പദ്ധതികൾ UDF സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. പട്ടികജാതി ക്ഷേമ സമിതി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, കേന്ദ്രത്തില് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഭരണമാണ്, BJPയുടെ ഭരണമാണ്. ആ BJPയുടെ ഭരണം അധികാരത്തിൽ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ നിലക്കാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള വാദങ്ങൾ ഇപ്പൊ തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ഇന്ത്യൻ ഭരണഘടന എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ നിലക്കല്ല പരിഗണിച്ചത്. ചരിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക ജാതിക്കാർ അതിന്റെ ഭാഗമാണ്. അപ്പോ ഹിന്ദു ഏകീകരണം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്കക്കാർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇല്ലാതാക്കണം. അതാണ് ഹിന്ദു ഏകീകരണത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. അപ്പൊ രാജ്യത്തിലെ പുതിയ ഭരണമാറ്റം ചിലരെല്ലാം കരുതുന്നത് പോലെ ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിനും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും എതിരായിട്ടുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ മേൽക്കൈയാണ് രാജ്യത്ത് കിട്ടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് അധികാരത്തിൽ വന്നത് ഒരു തീവ്ര വലതുപക്ഷ ശക്തിയാണ്. ആ തീവ്ര വലതുപക്ഷ ശക്തി രാജ്യത്തിലെ തൊഴിലാളി വർഗത്തിനെതിരാണ്, കൃഷിക്കാർക്കെതിരാണ്, യുവാക്കൾക്കും സ്ത്രീകൾക്കുമെല്ലാം എതിരാണ്. അതോടൊപ്പം ഭരണഘടനയിൽ വിവേചനവും അടിച്ചമർത്തലും അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആർക്കെല്ലാം പ്രത്യേക അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ പ്രത്യേക അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കണം എന്ന ആശയം ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കുക, ലബ്സം ഗ്രാന്റ് കുടിശ്ശിക തീർത്ത് നൽകുക, കോളേജുകൾക്ക് സ്വയംഭരണം നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ടി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. പി നാരായണൻ, പി ഗംഗാധരൻ, എ ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കഴിഞ്ഞ ദിവസം സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി തളിപ്പറമ്പ് മൂത്തേടത്ത് സ്കൂളിന് മുന്നിൽ എത്തിയ SFI പ്രവർത്തകരെ പോലീസ് ഗേറ്റിൽ തടഞ്ഞു. ഗേറ്റ് തള്ളിത്തുറന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറി. തുടർന്ന് പ്രധാന അധ്യാപികയുടെ മുറിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പിന്നീട് ഡിവൈഎഫ്ഐ SFI നേതാക്കൾ സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തുകയും ഉച്ചയോടെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. 8, 9, +2 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉച്ചയ്ക്ക് ശേഷം വിടാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പുതിയങ്ങാടി ഏരിപ്രം ചൂട്ടാട് റോഡ് ചെളിക്കുളമായി. നാട്ടുകാർ ഉപരോധിച്ചു. അധികൃതരുടെ അനാസ്ഥയാണ് റോഡ് യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിന് കാരണമെന്ന് നാട്ടുകാർ.
ഏരിപ്രം ചൂട്ടാട് റോഡിന്റെ തകർച്ച പ്രദേശത്ത് യാത്രാ ദുരിതം രൂക്ഷമാക്കി. റോഡ് ഉഴുതുമറിച്ച പോലെ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. കാൽനട പോലും ഇതുവഴി സാധ്യമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചൂട്ടാട് LP സ്കൂൾ, മദ്രസ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ ദുരിതമനുഭവിച്ചാണ് നടന്നുപോകുന്നത്. മഴ കൂടിയെത്തിയതോടെ റോഡ് പൂർണ്ണമായും തകർന്നു. 1.5 കിലോമീറ്റർ ദൂരത്ത് റോഡ് ചെളിക്കുളമായി മാറി. മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ അധികൃതർ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സ്കൂൾ അടച്ചിടേണ്ടി വരുമെന്നാണ് സ്കൂൾ അധ്യാപകർ പറയുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം അടിയന്തരമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂളിലേക്കും പോണോ, അംഗൻവാടിയിലേക്കും പോണോ? അംഗൻവാടി പോകുന്ന കുട്ടികൾ നിങ്ങൾക്ക് അറിയില്ലേ, അത്ര ചെറിയ കുട്ടികളാണ് ഈ ചളിയിൽ വീണിട്ട് പോകുന്നു. അതുകൊണ്ട് ഏതായാലും ഇക്കൊല്ലെങ്കിലും ഞങ്ങളെ റോഡ് നമുക്ക് ശരിയാക്കി തരണം. പുസ്തകങ്ങളും കുട്ടികളും പോലും ഓട്ടോറിക്ഷയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ റോഡ് കണ്ടാലുള്ളത്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിപ്പർ ലോറികൾ യാതൊരു ലൈസൻസും ഇല്ലാണ്ട് ഒരു നിയന്ത്രണമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ അപ്പുറത്തെ ഭാഗത്ത് കാണുന്ന റോഡ് മുഴുവൻ ചെളിയായിട്ട് നടക്കാൻ സാധാരണ കാൽനട യാത്രയ്ക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. പുതിയങ്ങാടി എരിപ്രം ചൂട്ടാട് റോഡ് പുനർനിർമ്മിക്കാൻ തുറമുഖ വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇതിനായി 23 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ മാടായി പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും PPCയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ചുവപ്പുനാടയിൽ കുടുങ്ങി മുട്ടം ഏരിപ്രം റോഡ് മഴയ്ക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്താത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KPJS നേതാവ് തെക്കൻ സുനിൽകുമാർ 14 ദിവസമായി തുടർന്നുവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഒത്തുതീർന്നു. കലക്ടർ P. ബാലകിരൺ, ജില്ലാ പോലീസ് സൂപ്രണ്ട് PN ഉണ്ണിരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ ഫലമായാണ് സത്യാഗ്രഹ സമരത്തിന് പരിഹാരമുണ്ടായത്. ആരോഗ്യനില മോശമായ സത്യാഗ്രഹിയെ അറസ്റ്റ് ചെയ്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എടാട്ട് ചിത്രലേഖ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം ഏറ്റെടുത്തു. തുടർന്നാണ് ജില്ലാ ഭരണാധികാരികൾ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ചർച്ചയിൽ KPJS ജില്ലാ സെക്രട്ടറി പ്രകാശൻ മോറഴ, M. ഗീതാനന്ദൻ, K. രതീശൻ, ഡോക്ടർ D. സുരേന്ദ്രനാഥ്, ദിനേശൻ മരക്കാർകണ്ടി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിലുള്ള റിവ്യൂ നടത്തണം, നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ലെവൽ അടിയന്തരമായി ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാവുന്ന 2 കാര്യങ്ങളായിരുന്നു തമിഴ്നാട് ആവശ്യപ്പെട്ടത്. പിന്നെ മറ്റേ നടപടികൾ അതിലൊന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് ജില്ലയിൽ നടന്ന ഈ കേസ് ദുർബലപ്പെടുത്തിയ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി, റിവ്യൂ നടത്തി അതിനുള്ള നടപടി എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ DVSP റാങ്കിൽ കുറയാതെ ഒരാളെ ചുമതലപ്പെടുത്താമെന്നാണ് ഇന്നലെ എഗ്രി ചെയ്തത്. DVSPയുടെ നേതൃത്വത്തിൽ നിന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. ഏത് ഉദ്യോഗസ്ഥരാണെന്നുള്ളത് വ്യക്തമാക്കില്ല. എന്തായാലും നാർക്കോട്ടിക് സെല്ലിൽ ചുമതലയുണ്ടായിരുന്ന DVSP എന്നാണ് പറഞ്ഞത്. ഒരു വർഷക്കാലത്ത് 1980 മുതലുള്ള മുഴുവൻ ചാർജ് ഷീറ്റും പരിശോധിക്കാൻ പറയുന്നത് ശ്രമകരമായിരിക്കും. അതുകൊണ്ട് കുറേയധികം മോഡൽ കേസ് 1 വർഷം എന്നുള്ളതാണ് നിഗമനത്തിലെത്തിയെങ്കിലും റിവിഷനിൽ 1 വർഷം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല പഴയ കേസുകളായിരിക്കും ഇപ്പോൾ തീർപ്പുവെപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു സെറ്റ് ഓഫ് കേസുകൾ എടുത്തിട്ടുള്ള ഒരു പരിശോധന നടക്കണം എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അത് തത്വത്തിലാക്കി. ദളിത് പൌരാവകാശ നിയമമായ POA ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ പ്രതികൾ കൂട്ടത്തോടെ വിട്ടയക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചത്. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 533 കേസുകളിൽ എല്ലാ കേസുകളിലും പ്രതികൾ വിട്ടയക്കപ്പെട്ടിരുന്നു. മറ്റ് ജില്ലകളിലെയും സ്ഥിതി ഏറെക്കുറെ സമാനമാണ്. കേസുകൾ വിട്ടയക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുതിരുത്തൽ നടപടി കൈക്കൊള്ളാൻ ജില്ലാതലത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക, രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ പീഡനത്തിനിരയാക്കപ്പെടുന്നവർക്ക് നിയമസഹായത്തിന് സംവിധാനമുണ്ടാക്കുക എന്നിവയാണ് ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളായി സമരസമിതി ആവശ്യപ്പെട്ടിരുന്നത്. മറ്റ് ആവശ്യങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മുമ്പാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദളിത് വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നിയമസഹായം, നിയമോപദേശം, നിയമബോധവൽക്കരണം എന്നിവയ്ക്കുവേണ്ടി ജില്ലാതലത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനും കേസുകളിൽ പ്രതികൾ വിട്ടയക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അവലോകനം നടത്തി തെറ്റുതിരുത്തൽ നടപടി നിർദ്ദേശിക്കാൻ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നും ചർച്ചയിൽ തീരുമാനമായി. കൂടാതെ കേസുകൾ ദുർബലപ്പെടാതിരിക്കാൻ എല്ലാ അതിക്രമ കേസുകളിലെയും സാക്ഷിമൊഴി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ രേഖപ്പെടുത്താനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
ഇരിക്കൂർ മണ്ണൂർക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നു. ഇരിക്കൂർ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയെ മട്ടന്നൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. 21-ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിക്കും. 12 കോടി രൂപ ചെലവിൽ 200 മീറ്റർ നീളത്തിലാണ് പാലം പണി പൂർത്തിയായത്. പാലം യാഥാർത്ഥ്യമാവുന്നതോടെ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ളവർക്കും തളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്തു നിന്നുള്ളവർക്കും കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര സുഗമവും വേഗത്തിലുമാവും. 2 വർഷത്തിലേറെയായി പാലം പണി തുടങ്ങിയിട്ട്. ഇടക്കാലത്ത് കരാറുകാർ പണി ഉപേക്ഷിച്ചു പോയെങ്കിലും പൊതുമരാമത്ത് നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. പാലം നിലവിൽ ഗതാഗതയോഗ്യമാണെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനമാണ് 21-ന് നടക്കുക. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. അഴീക്കൽ കപ്പൽപ്പൊളി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് പടിക്കലിൽ ജനകീയ പഞ്ചായത്ത് സംഘടിപ്പിച്ചു. ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എം.കെ. മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഡി. ദേവദാസ്, കെ. രാധാകൃഷ്ണൻ, പള്ളിപ്രം പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇനി വഴികളെല്ലാം ദക്ഷിണകാശിയായ കൊട്ടിയൂരിലേക്ക്. അർദ്ധരാത്രി ചോതിവിളക്ക് മിഴി തുറന്നു കഴിഞ്ഞ് ബ്രാഹ്മണർ ചേർന്ന് അഷ്ടബന്ധം നീക്കിയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. സന്ധ്യയോടെ മുതിരേരിക്കാവിൽ നിന്ന് പരാശക്തിയുടെ വാൾ കൊട്ടിയൂരിലെത്തി. ഇനി വഴികളെല്ലാം ദക്ഷിണകാശിയിലേക്കാണ്. 1 മാസമാണ് കൊട്ടിയൂർ ഉത്സവം നീളുക. ബുധനാഴ്ച ഭണ്ഡാരമെഴുന്നള്ളത്ത് നടക്കും. ഇതുകഴിഞ്ഞ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. തീർത്ഥാടകർക്ക് വേണ്ട സൌകര്യങ്ങളെല്ലാം കൊട്ടിയൂരിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഭക്തർക്ക് 10 രൂപ നിരക്കിൽ കഞ്ഞിയും നൽകും. 11-ന് ഭണ്ണാരമെഴുന്നള്ളത്ത്, 16-ന് തിരുവോണം ആരാധന, 18-ന് ഇളനീർ വെപ്പ്, 19-ന് അഷ്ടമി ആരാധന എന്നിവ നടക്കും. 21-ന് രേവതി ആരാധന, 25-ന് രോഹിണി ആരാധന, 27-ന് തിരുവാതിര ചതുശതം, 29-ന് പുണർദം ചതുശതം എന്നിവ നടക്കും. ജൂലൈ 1-ന് ആയില്യം ചതുശതം, 2-ന് മകം കലം വരവ്, 5-ന് അത്തം ചതുശതം, കലശപൂജ, 6-ന് തൃക്കലശാട്ട് എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, സീൽ ന്യൂസ്. ഇരിക്കൂർ പോലീസ് ക്വാർട്ടേഴ്സ് കാടുകയറി നശിക്കുന്നു. 20 വർഷം പഴക്കമുള്ള ക്വാർട്ടേഴ്സ് ഉപയോഗിച്ചത് നിർമ്മാണം പൂർത്തിയായ ആദ്യ 5 വർഷം മാത്രം. ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ടും പോലീസുകാർക്ക് ആശ്രയം വാടക വീടുകളാണ്. ആൾതാമസമില്ലാതെ കാട് പിടിച്ചു കിടക്കുകയാണ് ഇരിക്കൂർ പോലീസ് ക്വാർട്ടേഴ്സ്. ലക്ഷങ്ങൾ ചെലവിട്ട് കെട്ടിടം നിർമ്മിച്ചെങ്കിലും യഥാസമയം അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ജനലുകളും കട്ടിളയും വയറിംഗ് സാമഗ്രികളുമൊക്കെ കാണാനുമില്ല. ഇവിടെ വർഷാവർഷം അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലീസുകാർക്ക് ക്വാർട്ടേഴ്സിനെ അവഗണിച്ച് വാടക വീട് തേടി നടക്കേണ്ടി വരില്ല. കാലപ്പഴക്കമേറുന്തോറും കെട്ടിടം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ഇഴജന്തുക്കളാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവകാശികൾ. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല 60ാം വാർഷികാഘോഷവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ SSLC +2 ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RVM ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. P. ഗോവിന്ദൻ, K. പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തെങ്ങുകയറ്റ മത്സരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് വളപ്പിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ TC ധനരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൃഷിവകുപ്പ് നടത്തുന്ന കാർഷിക അവാർഡ് ദാന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും നല്ല തെങ്ങുകയറ്റക്കാരനെയും തെങ്ങുകയറ്റക്കാരിയെയും കണ്ടെത്താനായിരുന്നു മത്സരം നടത്തിയത്. യന്ത്രം ഉപയോഗിച്ചുള്ള മത്സരമാണ് നടത്തിയത്. 10 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ് മത്സരത്തിനെത്തിയത്. വിജയികൾ സംസ്ഥാനതല മത്സരത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഉത്തര കേരളത്തിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനം. നിരവധി പേരെ സാക്ഷി നിർത്തി വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നതോടെയാണ് കളിയാട്ടങ്ങൾക്ക് സമാപനമായത്. ഉത്തര കേരളത്തിലെ കളിയാട്ടക്കാലത്തിന് സമാപനം. വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടെയാണ് സമാപനമായത്.
നിരവധി ഭക്തജനങ്ങളെ സാക്ഷി നിർത്തിയാണ് തിരുമുടി നിവർന്നത്. കനത്ത മഴയെ അവഗണിച്ചും നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. മഴമാപിനിയോ എന്താണത്? കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും പുതുമ തോന്നാം. എന്നാൽ ഇരിക്കൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് കാണാം ചരിത്രത്തിന്റെ ഭാഗമായ ഈ മഴമാപിനിയെ. പണ്ടുകാലത്ത് മഴയുടെ തോത് അളക്കുന്നതിനുപയോഗിക്കുന്നതാണ് മഴമാപിനി സംവിധാനം. ഇരിക്കൂർ ഫർക്കയുടെ കീഴിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് വില്ലേജ് ഓഫീസ് പരിസരത്ത് മഴമാപിനി സ്ഥാപിച്ചത്. തുറസായ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ ഉപകരണത്തിൽ വീഴുന്ന വെള്ളത്തിന്റെ അളവ് നോക്കിയാണ് ഈ ഭാഗത്തെ മഴയുടെ തോത് നിർണ്ണയിക്കുന്നത്. ആധുനിക സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടും ഈ മഴമാപിനി പഴമയുടെ പ്രൌഢിയോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് സമീപത്തെ വില്ലേജ് രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാരുടെ സംരക്ഷണമുള്ളതിനാലാണ്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ഓപ്പറേഷൻ കുബേരയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവാവ് നിരപരാധി എന്ന് സുഹൃത്തുക്കൾ. മെയ് 28-ന് തളിപ്പറമ്പിൽ അറസ്റ്റിലായ റമീസിന്റെ സുഹൃത്തുക്കളാണ് വാർത്താ സമ്മേളനത്തിനെത്തിയത്. തളിപ്പറമ്പിൽ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായാണ് പരാതിക്കാരൻ ഷബിന്റെ പരാതിയിൽ റമീസ് അറസ്റ്റിലായത്. വാഹന ഇടപാടിന്റെ ഭാഗമായി പരാതിക്കാരൻ ഷബിൻ ഉനൈസിന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെന്ന് പറഞ്ഞ് സംഭവ ദിവസം തളിപ്പറമ്പ് ഹൈവേ ഇൻ ഹോട്ടലിൽ വരികയും സംസാരിക്കുകയുമുണ്ടായി. തുടർന്ന് ഷബിനുമായി റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനെതിരെ ഉനൈസ് കൊടുത്ത 4 ലക്ഷത്തിന്റെ വഞ്ചന ചെക്ക് കേസ് തളിപ്പറമ്പ് കോടതിയിൽ നിലവിലുണ്ട്. ഇതിൽ ഉനൈസും ഷബിനും നേരിട്ടാണ് ഇടപാട്. ഇതുമായി ബന്ധപ്പെട്ട് ഷബിനിന്റെ സൈലോ കാറ് ഉനൈസിന്റെ മഴൂരിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ കേസിൽ ഉനൈസിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഒന്ന് അതിൽ എസ്ഐക്ക് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു വണ്ടി ഇടപാടിൽ ഉനൈസും ഷെയ്ഖും തമ്മിൽ ഇടപാട്. ഈ ഉനൈസിന്റെ വീട്ടിൽ പിന്നാണ് എസ്ഐ കഴിഞ്ഞ വെള്ളിയാഴ്ച എസ്ഐ വണ്ടി അറസ്റ്റ് ചെയ്തു. ഈ ഉനൈസ് ഷെയ്ഖിന്റെ പരാതിക്കാരനെ ഷെയ്ഖിന്റെ പേരിൽ 4 ലക്ഷം രൂപ വഞ്ചനാ കേസ് തളിപ്പറമ്പ് കോടതി നിലവിലുണ്ട്. നമ്മുടെ കേസ് തളിപ്പറമ്പ് കോടതി കേസ് ഒരു നിരപരാധിയായ നമ്മളാണ്. ഒരു കേസ് ഇല്ലാത്ത ആൾക്കാർ. പരാതിക്കാരനായി ഷബിനിന്റെ പേരിൽ ഇതിനു മുമ്പും പയ്യന്നൂരിൽ 3 പരാതികൾ നിലവിലുണ്ട്. ഷബിന്റെ പേരിൽ 4 കാറുകളും. ഇങ്ങനെ നടന്ന ഇടപാടിൽ സുഹൃത്ത് എന്ന നിലയിൽ സംസാരിക്കാൻ പോയവരെ ഷബിനും പോലീസും ചേർന്ന് ഓപ്പറേഷൻ കുബേരയുടെ മറവിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ VM വാഹിദ്, CK ശിഹാബുദ്ദീൻ എന്നിവർ പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറൂർ പന്നച്ചേരിയിലെ ഇരുട്ടൻ രാജേഷിന്റെ വീട്ടിലെത്തിയാൽ കാണാം കുലകുലിയായി മുന്തിരിക്കുലകൾ തൂങ്ങി നിൽക്കുന്നത്. ഇതുവരെയായി 8 കിലോയോളം മുന്തിരികൾ ഒറ്റച്ചെടിയിൽ നിന്നു തന്നെ പറിച്ചെടുത്തു കഴിഞ്ഞു. 7 മാസം മുന്നേ പയ്യന്നൂരിൽ വെച്ചാണ് രാജേഷ് മുന്തിരിച്ചെടി വാങ്ങിയത്. ഇത് വീടിന്റെ സമീപത്ത് തന്നെ നട്ടു. കാലിവളം മാത്രമാണ് ഉപയോഗിച്ചത്. ചെടി വളർന്ന് പന്തലിച്ചു. നിറയെ മുന്തിരിക്കുലകളും വിരിഞ്ഞു. വിഷമയമില്ലാത്ത കറുത്ത മുന്തിരിയുടെ മധുരം വീട്ടിൽ നിറഞ്ഞു. ഇല്ല, ആദ്യം ടൗണിൽ വെക്കുമ്പോ ഒരു 10 മേടിച്ചത് അത്രേ ഉള്ളൂ. അന്നേരം ഇപ്പം ആപ്പിളിന്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് മരം. അതിപ്പോ ഒരു പരിപാടിയായിട്ടുണ്ട്. വേനൽക്കാലത്ത് രാത്രിക്ക് മാത്രമേ വെള്ളം വെച്ചിട്ടുള്ളൂ. വേറെ പണിയൊന്നും ചെയ്തിരുന്നില്ല. പാലവെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. രാത്രിക്കകത്ത് ഒരു വെള്ളം കുളിക്കുമ്പോൾ മാത്രമേ വെള്ളം മാത്രം അത്രേ ഉള്ളൂ.
ഒരു പേരം ചെയ്തില്ല. ഇപ്പോൾ ഒരു 5-6 കിലോ പറിച്ചിട്ടുണ്ടോ. ഒറ്റ ചെടിയിലാണ് ഇത്രയും മുന്തിരി വിളഞ്ഞത്. സാധാരണയായി തണുപ്പ് പ്രദേശത്താണ് കൂടുതലായി മുന്തിരി വിളയാറുള്ളത്. എന്നാൽ ഈ പാറപ്രദേശത്തും ഇപ്പോൾ മുന്തിരിയുടെ മധുരം നിറയുകയാണ്. ഇവർ ഇപ്പോൾ ആപ്പിൾ ചെടി ഉൾപ്പെടെ നട്ടുവളർത്തിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരം മാലിന്യ കൂമ്പാരമായി മാറി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് പ്രദേശം മാലിന്യ കൂമ്പാരമായി മാറാൻ ഇടയാക്കിയത്. മാലിന്യ സംസ്കരണത്തിന് സൌകര്യം ഒരുക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർ മൂക്കുപൊത്തി വേണം ബസ് കാത്തിരിക്കാൻ. കൊതുകുകടിയും തെരുവുനായ ശല്യവും കൂടെയുണ്ട്. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിറകുവശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡ് നവീകരിച്ചെങ്കിലും മാലിന്യം സംസ്കരിക്കാൻ പദ്ധതി നടപ്പാക്കാത്തതാണ് പ്രദേശം മാലിന്യ കൂമ്പാരമാകാൻ കാരണമായത്. മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളിലും സഞ്ചികളിലും മറ്റും കുത്തിനിറച്ച് ഇവിടെ നിക്ഷേപിക്കുകയാണ് പതിവ്. മഴക്കാലമായതോടെ മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ബസ് സ്റ്റാൻഡിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇവിടെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തെരുവ് നായകൾ വർദ്ധിക്കുന്നു. രാത്രി സമയങ്ങളിൽ കച്ചവടക്കാർ കോയിന്റെ വേസ്റ്റ് അടക്കം ഇവിടെ കൊണ്ടിടുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. തന്നെ ഇവിടെ വണ്ടി വെക്കാൻ കഴിയുന്നില്ല. കൊതുകിന്റെ ശല്യം ഭയങ്കരമായിട്ട്. നാടും നഗരവും ശുചീകരണ ബോധവൽക്കരണം നടത്തി ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും അധികാരികൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ലോകകപ്പ് ഫുട്ബോളിന് ബ്രസീലിൽ പന്തുരുളാൻ ഇനി 2 നാൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം നാട്ടിൻപുറങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. എവിടെയും ഫുട്ബോൾ മത്സരങ്ങളാണ്. തളിപ്പറമ്പ് ഫ്രണ്ട്സ് വടക്കാഞ്ചേരി ആഭിമുഖ്യത്തിൽ ഫൈവ്സ് ഫുട്ബോൾ മത്സരം നടന്നു. ഫൈനലിൽ ഫ്രണ്ട്സ് ധർമ്മശാല എതിരില്ലാത്ത 5 ഗോളുകൾക്ക് റെഡ് സ്റ്റാർ വടക്കാഞ്ചേരിയെ തോൽപ്പിച്ചു. ക്ലബ് വൈസ് ചെയർമാൻ AP രാജേഷ് സമ്മാനങ്ങൾ നൽകി. ചെയർമാൻ രാജേഷ് വടക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി അംഗൻവാടിയിലെ കുട്ടികൾക്ക് കസേരകൾ നൽകി. അധ്യാപിക OV വിമല ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ബാറുകൾ അടച്ചതോടെ അനധികൃത മദ്യക്കടത്ത് വ്യാപകം. മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തുകയായിരുന്ന വിദേശ മദ്യം ശ്രീകണ്ഠപുരത്ത് വെച്ച് പിടികൂടി. പിടിച്ചത് 144 കുപ്പി മദ്യം. മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ സഹായിയായി ജില്ലാ ആശുപത്രിയിലെത്തിയ യുവാവിനെ ലൈറ്റ് ഓഫ് ചെയ്ത് മർദ്ദിച്ചതായി പരാതി. ആശുപത്രി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഇരിക്കൂർ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയെ മട്ടന്നൂരുമായി ബന്ധിപ്പിക്കുന്ന ഇരിക്കൂർ മണ്ണൂർക്കടവ് പാലം യാഥാർത്ഥ്യമായി. 21-ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വഴികളെല്ലാം ഇനി ദക്ഷിണകാശിയിലേക്ക്. കൊട്ടിയൂർ ഉത്സവത്തിന് തുടക്കം. വളവട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു. ഉത്തരകേരളത്തിലെ തെയ്യാട്ടക്കാലത്തിന് പരിസമാപ്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.